ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവത്തെ അനുസരിക്കാതിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേലും അതേപോലെ ദൈവസന്നിധിയിൽ പാപത്തോടുകൂടെ ജീവിച്ച പുരോഹിതന്മാരായ ഏലിയുടെ മക്കളുടെ മേലും തൻ്റെ മക്കളുടെ കുറ്റത്തെ ആ രീതിയിൽ അടിച്ചമർത്താതെ ഇരുന്ന ഏലിയുടെ പാപത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ദൈവസന്നിധിയിൽ കർത്താവ് നടത്തുന്ന ന്യായവിധിയുടെ അതിഭയാനകമായ ചിത്രം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേൽ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 53-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം ഇസ്രായേലിന്മേൽ നീട്ടപ്പെട്ടപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ നാം ഓർക്കുകയുണ്ടായി. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തത് ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇസ്രായേൽ തോറ്റുപോകുന്ന ചരിത്രം, ഫെലിസ്ത്യരുടെ മുൻപാകെ പരാജയപ്പെടുന്ന ചരിത്രം കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് ഏലിയുടെ 2 പുത്രന്മാരും പുരോഹിതന്മാരുമായ ഹൊഫ്നിയും ഫിനെഹാസും യുദ്ധത്തിൽ പട്ടുപോകുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4-ാമത്തെ വിഷയത്തിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ദൈവത്തെ അനുസരിക്കാതിരുന്നത് കൊണ്ട്, ദൈവത്തോട് മത്സര മനോഭാവം കാണിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതിരുന്നത് കൊണ്ട്, പുറമെ ശരിയായി എന്ന് തോന്നിപ്പിക്കത്തലയിൽ ജീവിച്ചുവെങ്കിലും വേണ്ടത്ര മാറ്റം വരാതിരുന്ന ഇസ്രായേലിന് സ്വർഗത്തിലെ ദൈവം വരുത്തുന്ന 4-ാമത്തെ ന്യായവിധി കാണുവാനായിട്ട് കഴിയുന്നു. അത് 4-ാം അധ്യായം ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ാം വാക്യത്തിലാണ് വായിക്കുവാൻ കഴിയുന്നത്. ശ്രദ്ധിച്ച് കേട്ടാലും. അവൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണു, കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനും ആയിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത ഏലിയുടെ അന്ത്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ സേവിക്കുന്നവർ, ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടവർ എത്രമാത്രം ജാഗ്രതയോടെ ജീവിക്കണം എന്നുള്ള സന്ദേശം നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. ഏലിയുടെ മരണം അത് ഇങ്ങനെയായിരുന്നില്ല സംഭവിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ട കാര്യം കേട്ടപ്പോൾ തൻ്റെ 2 ആൺമക്കൾ പുരോഹിതന്മാരാണവർ, അവർ മ്ലേച്ഛമായി ജീവിച്ചവരാ. അവരുടെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആസനത്തിൽ ഇരുന്ന ഏലി പടിവാതിൽക്കൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്ന ദാരുണമായ ചിത്രം കാണുവാൻ കഴിയുന്നു. വളരെയധികം ഭയത്തോടെ ഞാൻ ആവർത്തിക്കട്ടെ, കർത്താവിനെ സേവിക്കുമ്പോൾ, കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങളെ മറക്കാതെ നമ്മുടെ ജീവിതങ്ങളെ സന്ദർശിക്കുന്ന ദൈവം കൂടെയാണ്. അതുകൊണ്ട് തന്നെ സ്തുതിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ക്രമരഹിതമായി ജീവിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൻ്റെ അകത്തളം ശരിയല്ലെങ്കിൽ, ദൈവത്തോട് മത്സര മനോഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ, വളരെ വ്യക്തമായി പറയട്ടെ, ദൈവസന്നിധിയിൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ഹൃദയ നുറുക്കത്തോടെ കർത്താവിൻ്റെ മുൻപാകെ വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. വാസ്തവത്തിൽ സുദീർഘമായ വർഷങ്ങളുടെ ശുശ്രൂഷയുടെ അനുഭവ പാഠവും നമുക്ക് ഇവിടെ ഇതാ ഏലിയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ 40 സംവത്സരം
ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ദീർഘമായ നാളുകൾ ദൈവ ശുശ്രൂഷയിൽ തനിക്ക് അവകാശപ്പെടാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ ദീർഘനാളുകൾ താൻ ശുശ്രൂഷിച്ചു. എന്നാൽ തൻ്റെ മക്കൾ അത് മനസ്സിലാക്കിയില്ല. തൻ്റെ മക്കളെ ശരിയായി കൊണ്ടുവരുവാൻ ഏലി പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എത്ര ദുഃഖകരമായ വസ്തുതകളാണ് സംഭവിച്ചത് എന്നുള്ളത് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇവിടെ ഇതാ ഒരിക്കലും നാം ആരും ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറത്ത് വളരെ ദാരുണമായ നിലയിൽ ഏലി എന്ന ന്യായപാലനം ചെയ്ത ദൈവത്തിൻ്റെ മനുഷ്യൻ മരിച്ചു പോകുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, അകൃത്യങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ പാപത്തിൽ തുടർന്നാൽ അല്ലെങ്കിൽ പാപത്തോട് മയപ്പെടുത്തിയ സ്വരത്തിൽ സംസാരിച്ചാൽ സ്വർഗത്തിലെ ദൈവം അത് കണക്കിലെടുക്കും എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഉത്തരവാദിത്വമുള്ളവരുടെ ജീവിതങ്ങളിന്മേൽ കർത്താവിൻ്റെ വചനത്തെ ശരിയായി ബോധ്യപ്പെടുത്തി ശരിയായ നിലയിൽ തന്നെ ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനും കഴിയുന്ന ഉത്തമ ജീവിതത്തിലേക്ക് ഈ ചിന്ത നമ്മളെ എത്തിക്കേണ്ടുന്നത് ആവശ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും അവരവരുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ ഇത് ഒരു ഭയനിർദ്ദേശമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നു എന്ന ചിന്ത ഹൃദയത്തിലേക്ക് ആഴത്തിലേറ്റുവാങ്ങേണ്ടുന്നതാണ്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം ഏലിയുടെ കുടുംബത്തിന്മേൽ വരുമ്പോൾ ആർക്കും രക്ഷിപ്പാനായിട്ട് കഴിയാതെ വരികയാണ്. ദൈവം പ്രതിയോഗിയായി എഴുന്നേറ്റാൽ, ദൈവം നമുക്ക് എതിരായി തീർന്നാൽ ആർക്കും നമ്മളെ രക്ഷിപ്പാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഹൃദയനുറുക്കത്തോടെ കർത്താവിൻ്റെ മുൻപാകെ വന്ന് ജീവിതങ്ങളെ പരിശോധിച്ച് ശരിയായ നിലയിൽ ജീവിക്കുവാൻ കർത്താവ് ധാരാളം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. തമ്പുരാൻ അങ്ങേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.